നമ്മളെ ഹനീഫ് നമ്മളെ അടുത്ത സുഹൃത്താണ്. പക്ഷെ ഈയിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ആ പ്രസന്റേഷനൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇന്റർപേഴ്സണൽ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സ്വന്തത്തോട് തന്നെ ഉള്ളൊരു വിശ്വാസം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹനീഫാണ് നന്ദിയിൽ വന്നിട്ട് പറഞ്ഞത് മുജാഹിദുകൾക്ക് പിന്നെ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നുള്ള വാദമില്ല, സഹായം തേടാമെന്നുള്ള വാദമില്ല. ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആരെങ്കിലും എഴുതിയതോ പറഞ്ഞതോ തെളിയിച്ചാൽ എന്ത് ചെയ്യാം, നന്ദി പള്ളി പൂട്ടിയിട്ട് പിന്നെ താക്കോല് അവിടുത്തെ പിന്നെ നന്ദി ദാറുസലാമിന്റെ ഓഫീസിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്നിട്ട് അനീഫ പറഞ്ഞത് എന്ത്, മുജാഹിദുകൾക്ക് കെ സക്കരിയ സ്വലായിക്ക് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല, സഹായം തേടാമെന്ന വാദമില്ല, എവിടെയെങ്കിലുമുള്ള ജിന്നിനോട് തേടാമെന്ന വാദമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വളരെ വിശദമായി പറഞ്ഞു. ജബ്ബാർ മൗലവി ഇരിക്കുന്ന സദസ്സിൽ ഇസ്തിഖാമയിൽ വെച്ചിട്ട് മറുപടി പറയാൻ വേണ്ടി അഹമ്മദ് അനസിനെ വിളിക്കണതാരാ? ഹനീഫ. അങ്ങനെ നിരവധി അനവധി പിന്നെ സ്റ്റേജുകളിൽ 2007 മുതൽ ജബ്ബാർ മൗലവി ഓൾ ഓൺ എ സഡൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയതൊന്നും അല്ലല്ലോ. അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്പലക്കടവ് അമീദ് ഫൈസി പിന്നെ ചന്ദ്രികയിൽ എഴുതി, അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് നമ്മുടെ സക്കരിയ സ്വലാഹി ചന്ദ്രികയിൽ എഴുതി, വീണ്ടും അമ്പലക്കടവ് എഴുതി, വീണ്ടും അത് സക്കരിയ സ്വലാഹി എഴുതി, പിന്നെ അത് ചന്ദ്രികക്കാർ പ്രസിദ്ധീകരിക്കാതെ വന്നു. അതിനുശേഷമാണ് പിന്നെ ബഹുമാനായ നമ്മുടെ ജബ്ബാർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം എഴുതുന്നത്. അന്ന് മുതൽ അഹമ്മദ് അനസും ഹനീഫും ഇത് വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ഉണ്ട്. 5/6/2011. 2011 6 മാസം ജൂൺ 5 തീയതി. അന്ന് ഞങ്ങൾ ISM-ന്റെ ഭാരവാഹിയാണെന്ന് ഞാൻ. അന്ന് എന്ത് ചെയ്തു, മീറ്റിംഗ് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് CD ടവറിലേക്ക് കയറി വരുന്നു, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഒരു പ്രത്യേക മീറ്റിംഗ് നടത്താൻ വേണ്ടിയാണ്. ആ മീറ്റിംഗിലാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു അജണ്ട തയ്യാറാക്കിയിട്ട് ഇത് കുക്കപ്പ് ചെയ്തെടുത്തത്. ഇത് കുക്കഡപ്പ് സ്റ്റോറിയാണല്ലോ. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് നമ്മള് ഷിർക്കാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് ഇടങ്ങാറാണെങ്കിലും നമ്മൾ അത് സ്ഥാപിച്ചേ മതിയാകൂ എന്ന രൂപത്തിൽ പറഞ്ഞു. അദ്ദേഹം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിനുള്ള ഇന്റേണലായുള്ള വർക്കുകളൊക്കെ നടന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നാളിതുവരെ പറഞ്ഞതിന് വിരുദ്ധമായി പറയേണ്ടി വന്നപ്പോ ഇവർക്കൊക്കെ എന്തുണ്ടായി, ഒരു സെൽഫ് ഡിസ്റെസ്പെക്ട്, അവനവനോട് തന്നെ എന്തുണ്ടായി, ഒരു ബഹുമാനക്കുറവ്, ഒരു അവജ്ഞയും വിദ്വേഷവും വെറുപ്പും എല്ലാം ഉണ്ടായി. ആ വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് പിന്നീട് എന്ത് ചെയ്യണത്, മറ്റുള്ള ആളുകളോടുള്ള വിയോജിപ്പായിട്ടും അവരോടുള്ള പിന്നെ അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രസംഗങ്ങളായിട്ടും കളവുകളായിട്ടും അതേപോലെ തന്നെ അർദ്ധസത്യങ്ങളായിട്ടൊക്കെ സ്വന്തം ക്ലിപ്പുകളും സ്വന്തം വർത്തമാനങ്ങളും അവർക്കെതിരെ ഇങ്ങനെ പിന്നെ തിരിച്ചു വെക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്.